പ്രീമിയർ ലീഗിന്റെ വിശ്വവേദിയിൽ ലിവർപൂൾ അജയ്യരായി കുതിക്കുമ്പോൾ ലോകം കാതോർക്കുന്നത് ഈ മനുഷ്യനിലേക്കാണ്. ഇന്ന് ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ചവരായി വിനിയും ഹാളൻഡും എംബാപ്പയുമെല്ലാം വായുമ്പോൾ കാൽപന്തിന്റെ അവസാന കാലത്തോട്ടടുക്കുന്ന ഈ 32കാരന്റെ നാമവും അവരോടൊപ്പം ചേർത്തു വായിക്കേണ്ടതാണ്. യൗവനത്തിന്റെ പ്രസരിപ്പിൽ ജ്വലിച്ചു നിൽക്കുന്ന യുവതാരങ്ങളെക്കാളും ഏറ്റവും മികച്ചവനാണ് മുഹമ്മദ് സലാ എന്ന് നമുക്കിന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഈ സീസൺ തുടക്കം ലിവർപൂളിൻ്റേത് ഒരു ടോപ്പ് ക്ലാസ് സ്ക്വാഡ് ആയിരുന്നില്ല. മാൻ സിറ്റിയും ആർസണലും ചെൽസിക്കുമെല്ലാം താഴെ 4ാമതായിട്ടാണ് പലരും ലിവർപൂളിന് സ്ഥാനം നിശ്ചയിച്ചിരുന്നത്. യർഗൻ പടിയിറങ്ങുമ്പോൾ 3ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത അതേ സ്ക്വാഡുമായി EPLലും UCLലുമെല്ലാം ലിവർപൂൾ കിതക്കാതെ കുതിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല. കേട്ടുകേൾവി നന്നേ കുറഞ്ഞവന്റെ സ്ഥാനാരോഹണത്തോടെ മുമ്പിലെത്തുന്ന വമ്പന്മാരെയെല്ലാം കടപുയക്കുന്നതിലേക്ക് ലിവർപൂൾ മാറിയത് അല്ല മാറ്റിയത് ആർനെ സ്ലോട്ട് എന്ന ഡച്ചുകാരനാണ്. എടുത്തു പറയാൻ വ്യത്യസ്തതകൾ പലതുണ്ടെങ്കിലും ക്ലോപ്പിന്റെ അതേ ഹൈ പ്രസിംഗ് ഗെയിം തന്നെയാണ് ആർനെ സ്ലോട്ടും കാഴ്ചവെക്കുന്നത്. വർഷങ്ങളോളം ക്ലോപ്പിനു കീഴിൽ തന്ത്രങ്ങൾ ഉൾക്കൊണ്ടവരിലേക്ക് ആർനെയുടെ കടന്നുവരവോടെ വലിയ തോതിലാണ് മാറ്റങ്ങൾ ദൃശ്യമായത്. ഓപ്പണൻസിൽ നിന്നും പ്രസിംഗിലൂടെ 15 ലക്ഷ്യം കാണുന്ന ആർനെയുടെ പ്ലേയിങ് സ്റ്റൈലിനെ ആർജിച്ചെടുക്കാൻ ലിവർപൂൾ താരങ്ങൾക്ക് അധിക സമയം വേണ്ടി വന്നിട്ടില്ല. കൃത്യമായ ടാക്ടിക്കൽ മികവ് കൊണ്ടും ഗ്രൗണ്ടിലെ ഡിസിഷൻ മേക്കിംഗ് കൊണ്ടും ആർനെ ലിവർപൂളിനായി ഓരോ വിജയങ്ങളും നേടിക്കൊടുക്കുകയായിരുന്നു. ആൻഫീൽഡുകാർക്കായി സോട്ട് സൃഷ്ടിച്ചെടുക്കുന്ന ഓരോ വിജയത്തിലും ഈ മനുഷ്യന്റെ നാമവും നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. മുഹമ്മദ് സലാ എന്ന വലിയ നാമം ചേർത്തെഴുതാതെ ഒരു മത്സരം പോലും ഈയിടെയായി ലിവർപൂൾ അവസാനിപ്പിക്കാറില്ല. ടീമിന്റെ ഓരോ കളികളും കടന്നു പോകുമ്പോഴും അതിലെല്ലാം ഒരു ഗോൾ കോൺട്രിബ്യൂഷനെങ്കിലും നൽകാതെ സലാ മത്സരത്തെ അവസാനിപ്പിച്ചത് വളരെ വിരളമാണ്. 90 മിനിറ്റും നിറഞ്ഞു കളിക്കുന്ന സലാ ഗോളടിച്ചോ ഗോളിന് വഴിയൊരുക്കിയോ മത്സരത്തെ തൻ്റേതാക്കി മാറ്റാറുണ്ട്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ടായി അയാളെ പിൻവലിക്കുകയാണെങ്കിലും അയാൾ ആ ദൗത്യം ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ടാകും. എന്തൊരു മനുഷ്യനാണിത്! എത്ര ഭംഗിയായാണ് അയാൾ കളിക്കുന്നത്! എതിരാളികൾ വലിയവരോ ചെറിയവരോ എന്നില്ലാതെ അടിച്ചും മടിപ്പിച്ചും ആൻഫീൽഡിന്റെ ഡഗൌട്ടുകളെ സന്തോഷിപ്പിക്കുന്നത് എന്തൊരു മനോഹരമാണ്. സ്പേഴ്സിനെ എണ്ണം പറഞ്ഞ 6 ഗോളുകൾക്ക് പരാജയപ്പെടുത്തുമ്പോൾ ഇരട്ട ഗോളും അസിസ്റ്റുമായി മത്സരത്തിലെ താരമായത് സലാ. സിറ്റിയെ 2-ത്തിന് തോൽപ്പിക്കുമ്പോൾ 2ലും തൻ്റെ പങ്കാളിത്തം കൊണ്ടുവന്നതും സലാ. ചെൽസിക്കെതിരെ 2-1 വിജയം നേടുമ്പോഴും അടിച്ചതും അടിപ്പിച്ചതും സലാ തന്നെ. ആർസണലിനെതിരെ തോറ്റു നിൽക്കുന്ന സമയത്ത് സമനിലയിലേക്ക് മത്സരത്തെ കൊണ്ടെത്തിച്ചതും ഇതേ മനുഷ്യൻ. അതാണ് മുഹമ്മദ് സലാ. കുറഞ്ഞ വർഷങ്ങളെ ഇനി മുമ്പിലുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഓരോ മത്സരവും നിങ്ങൾ ആസ്വദിക്കുക. ഇന്ന് പ്രീമിയർ ലീഗിൽ എന്നല്ല ലോക ഫുട്ബോളിലെ തന്നെ സലയോളം മികച്ച താരം ഉണ്ടോ എന്നത് സംശയമാണ്. എല്ലാം തൻ്റേതാക്കി മാറ്റിയുള്ള ഏറ്റവും പീക്ക് സമയത്താണ് സല ഇന്ന് പന്ത് തട്ടിക്കൊണ്ടിരിക്കുന്നത്. കരാർ അവസാനിപ്പിക്കാറായ സലയുടെ കോൺട്രാക്റ്റ് ലിവർപൂൾ പുതുക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. അഥവാ മറിച്ച് സംഭവിച്ചാൽ അത് ലിവർപൂളിൻ്റെ ഏറ്റവും മോശം ഡിസിഷനായിരിക്കും. അങ്ങനെ സംഭവിക്കില്ല എന്ന് തന്നെ കരുതാം.